കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ പലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ചില വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കാലാകാലങ്ങളായി ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. എപ്പോഴും യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ മരിക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ. അപ്പോൾ എന്താണ് ഈ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ, പണ്ടത്തെ അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് എന്താണ് മുതലായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിച്ച് തരാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചധികം കാര്യങ്ങൾ, ഒരു കഥയായതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് കുറച്ച് നീളം കൂടുതലായിരിക്കുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന, അല്ലെങ്കിൽ കുറേ അധികം ആളുകളുടെ ഉള്ളിലുള്ള ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത്, ഇത് സഹസ്രാബ്ദങ്ങളായി, അതായത് 1000-2000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. മാത്രമല്ല ഇത് മതപരമായിട്ടുള്ളൊരു പ്രശ്നമാണ് എന്നും പലരും വിചാരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് സാധാരണയായിട്ട് പറയാറുള്ളത്. മാത്രമല്ല മതപരമായിട്ടുള്ളൊരു പ്രശ്നമല്ല ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള, ഭൂമിക്ക് വേണ്ടിയുള്ള, റിസോഴ്സസിന് വേണ്ടിയുള്ള, അതുപോലെ ദേശീയതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. ഈ ഒരു പ്രദേശം എവിടെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ അറേബ്യൻ പെനിൻസുലയുടെ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ഇസ്രായേൽ അല്ലെങ്കിൽ പലസ്തീൻ പോലെയുള്ള റീജിയൻസ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം കാണാൻ സാധിക്കും. എന്നാൽ പലസ്തീൻ എന്ന് പറയുന്ന അവിടെ വിട്ടുകിടക്കുന്ന ചെറിയ ചില പ്രദേശങ്ങൾ മാത്രമാണ്. ഈ രണ്ട് രാജ്യങ്ങൾ, ചില രാജ്യങ്ങളൊക്കെ യുണൈറ്റഡ് നേഷൻസിൽ അംഗങ്ങളായിട്ടുള്ള ചില രാജ്യങ്ങളൊക്കെ ഈ രണ്ട് രാജ്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ചില രാജ്യങ്ങൾ അംഗീകരിക്കാത്ത രാജ്യങ്ങളുമുണ്ട്. മാത്രമല്ല ഈ രണ്ട് രാജ്യങ്ങളും തലസ്ഥാനമായി പറയുന്നത് ജെറുസലേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ്. രണ്ട് രാജ്യങ്ങളും കോൺഫ്ലിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ജെറുസലേം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം നടക്കുന്നതും ഈ ജെറുസലേമിൽ തന്നെയാണ്. ജെറുസലേം എന്ന് പറയുന്നത് ഒരു മതപരമായിട്ടുള്ള സ്ഥലം കൂടിയാണ്. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ഏറ്റവും ഹോളിയസ്റ്റ് ആയിട്ടുള്ള പ്ലേസുകളിൽ ഒന്നാണ് ജെറുസലേം എന്ന് പറയുന്നത്. ശരിക്കും ജെറുസലേം എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശം കൈയടക്കി വെച്ചിരിക്കുന്നത് ഇസ്രായേലുകാർ തന്നെയാണ്. അവരുടെ പാർലമെൻറ്റും അതുപോലെ തന്നെ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജെറുസലേമിൽ നമുക്ക് കാണാൻ കഴിയും. അമേരിക്ക പോലെയുള്ള ഏതാനും ചില രാജ്യങ്ങൾ മാത്രമാണ് ജെറുസലേം അവരുടെ ക്യാപിറ്റലായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങളൊക്കെ ടെൽ അവീവാണ് ഇസ്രായേലിൻ്റെ ക്യാപിറ്റലായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശം പണ്ട് ഓട്ടോമൻ എംപയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ ഓട്ടോമൻ എംപയറിൻ്റെ ഒരു ഭാഗമായിരുന്നു പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രദേശം. ആ ഒരു പ്രദേശത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 1878 ചരിത്ര രേഖകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 80% മുസ്ലിം പോപ്പുലേഷനും 10% ക്രിസ്ത്യൻ പോപ്പുലേഷനും 3% ജൂത പോപ്പുലേഷനുമുള്ള ഒരു സ്ഥലമായിരുന്നു ഈ പലസ്തീൻ എന്ന് പറയുന്നത്. ഈ പലസ്തീൻ്റെ ഉള്ളിൽ തന്നെയാണ് ജെറുസലേം എന്ന് പറഞ്ഞുള്ള സ്ഥലമുണ്ടായിരുന്നത്. ജെറുസലേമിൽ എല്ലാ മതക്കാരുടെയും ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ കാണാമായിരുന്നു. എല്ലാവരും വളരെ സഹകരണത്തോടും അതുപോലെ തന്നെ സമാധാനത്തോടും കൂടിയായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ജെറുസലേമിൽ ജീവിച്ചിരുന്നതെന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വരികയാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശം ജൂത മതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള പലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ പ്രദേശം എന്ന് പറയുന്നത്. പിന്നീട് പിൽക്കാലത്ത് അവിടുന്ന് അവർക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക്, പല പ്രശ്നങ്ങളുടെയും ഭാഗമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കുടിയേറി പോകേണ്ടതായിട്ട് വന്നു. യൂറോപ്പിലൊക്കെയാണ് പ്രധാനമായിട്ടും അവർ കുടിയേറിപ്പോയത്. 1898 കാലഘട്ടങ്ങളിൽ തിയോഡോർ ഹെർസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ മുന്നോട്ട് വരികയും അയാളുടെ നേതൃത്വത്തിൽ ഒരു പുതിയ പ്രസ്ഥാനം രൂപം കൊള്ളുകയും ചെയ്തു. ആ പ്രസ്ഥാനത്തെ വിളിക്കുന്ന പേരാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗങ്ങളിലായി വിഘടിച്ച് കിടക്കുന്ന ജൂതന്മാരെല്ലാവരും കൂടി അവരുടെ വാഗ്ദത്ത ഭൂമിയായിട്ടുള്ള ഇസ്രായേലിലേക്ക് തിരിച്ചു പോകണമെന്നും അവിടെ ഒരു ജൂത രാഷ്ട്രം സ്ഥാപിക്കണമെന്നും, ജൂ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള കമ്മ്യൂണിറ്റി അല്ല, അതൊരു ദേശീയത, അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി നിർവചിക്കപ്പെടേണ്ട കമ്മ്യൂണിറ്റിയാണെന്ന് പറയുന്നതിനെയാണ് സിയോണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിന്താഗതിയിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ജൂതന്മാർ ഈ പലസ്തീൻ പ്രദേശത്തേക്ക് മടങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒന്നാം ലോക മഹായുദ്ധം കാണാൻ സാധിക്കുന്നത്. 1914 മുതൽ 19 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്. ഈ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഓട്ടോമൻ എംപയർ എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ എതിർ കക്ഷിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഓട്ടോമൻ എംപയറിനെ തോൽപ്പിക്കണമെങ്കിൽ ജൂതന്മാരുടെയും അതുപോലെ തന്നെ അറബുകളുടെയും സഹായം വേണമെന്ന് ബ്രിട്ടീഷുകാർ തിരിച്ചറിയുകയും അവർ ചില എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ജൂതന്മാരുമായിട്ട് സൈൻ ചെയ്ത എഗ്രിമെൻറ്റിനെയാണ് ബാൽഫോർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാൽഫോർ ഡിക്ലറേഷൻ പ്രകാരം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണ് എങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്ത് ജൂതന്മാർക്ക് വേണ്ടി ഒരു ജൂത രാഷ്ട്രം നിർമ്മിക്കാനുള്ള സഹായം ചെയ്യാമെന്ന് ഇവർ അംഗീകരിക്കുന്ന കരാറിനെയാണ് ബാൽഫോർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ബ്രിട്ടീഷുകാർ പോയിട്ട് മെക്ക എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്തെ ഷെരീഫ് ഹുസൈനുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമൻ എംപയറിനെ തോൽപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം
ശേഷം ആ പ്രദേശങ്ങളുടെ എല്ലാം അധികാരം ഈ മെക്കയിലെ ഷെരീഫ് ഹുസൈന് നൽകാമെന്ന് അവരുമായിട്ടൊരു കരാർ ഒപ്പുവെക്കുന്നു. അതുപോലെ തന്നെ ഇതേ സമയത്ത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലൊരു കരാർ ഒപ്പുവെക്കുന്നുണ്ട്. ഈ കരാർ പ്രകാരം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആ എൻ്റയർ അറേബ്യൻ പെനിൻസുലയുടെ ഒരു ഭാഗം ഫ്രഞ്ചുകാർക്കും മറ്റേ ഭാഗം ബ്രിട്ടീഷുകാർക്കും കൊടുക്കാമെന്ന് അവർ പരസ്പര ധാരണയിലെത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ പ്രദേശം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും വീതിച്ചെടുക്കുന്നുണ്ട്, അതേ പ്രദേശം തന്നെ അറബ് ലീഡേഴ്സിന് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്, അതേ പ്രദേശത്ത് തന്നെ ഒരു ജൂതരാഷ്ട്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കൊടുക്കാമെന്നും ബ്രിട്ടീഷുകാർ പറയുന്നുണ്ട്. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് സംഭവിച്ചത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഒരു ഏരിയ, പ്രത്യേകിച്ച് പലസ്തീൻ പോലെയുള്ള ഏരിയയെ ബ്രിട്ടീഷുകാർ അവരുടെ ഒരു കോളനിയാക്കി മാറ്റുകയാണ്. ഈ ബ്രിട്ടീഷ് കോളനിയിൽ അവരുടെ റൂളിംഗ് മുന്നോട്ട് കൊണ്ടുപോവുകയും ഡിവൈഡ് ആൻഡ് റൂൾ, അതായത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ആശയത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ക്രിസ്ത്യൻസിനും അവിടുത്തെ മുസ്ലിംസിനും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർക്കും പ്രത്യേകം രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒക്കെയാണ് അവർ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇതേ സമയത്ത് തന്നെ ബാൽഫോർ ഡിക്ലറേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരുപാട് ജൂതന്മാരെ ഈ ഒരു ഇസ്രായേൽ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ പലസ്തീൻ പ്രദേശത്തേക്ക് ഇമിഗ്രേറ്റ് ചെയ്യാൻ അവർ അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ അനുവാദത്തോടുകൂടി ഒരുപാട് ജൂതന്മാർ ഇങ്ങോട്ടേക്ക് വരുന്നത് അവിടുത്തെ അറബ് പോപ്പുലേഷന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ അറബ് പോപ്പുലേഷൻ, പ്രത്യേകിച്ച് പലസ്തീൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ജനത ഇതിനെതിരെ പ്രതികരിക്കുകയും അതൊരു വയലൻ്റ് അറ്റാക്കിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ജൂയിഷ് പോപ്പുലേഷൻ്റെ സഹായത്തോടുകൂടി ബ്രിട്ടീഷുകാർ ഈ റിവോൾട്ടിനെ അടിച്ചൊതുക്കുന്നതും നമുക്ക് കാണാം. അതോടുകൂടി അവിടെ ഒരു ശത്രുത ഉടലെടുക്കുന്നതും വളർന്നു വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഒരു വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്തത്. ഈ വൈറ്റ് പേപ്പറിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പരിധിയിൽ കൂടുതൽ ജൂതന്മാർ ഇങ്ങോട്ടേക്ക് ഇമിഗ്രേറ്റ് ചെയ്യാൻ പാടില്ല, മാത്രമല്ല 10 വർഷങ്ങൾക്കുള്ളിൽ ഒരു ജോയിൻ്റ് ആയിട്ടുള്ള അറബ് ജ്യൂ നേഷൻ അവിടെ സ്ഥാപിക്കും എന്നുമാണ് ഈ വൈറ്റ് പേപ്പറിൽ ബ്രിട്ടീഷുകാർ പറഞ്ഞത്. എന്നാൽ ഈ വൈറ്റ് പേപ്പറിനെ നമ്മുടെ ജൂതന്മാർ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന പലസ്തീൻകാരും എതിർക്കുകയാണ് ചെയ്തത്. ജൂതന്മാർ എതിർക്കുന്നതിനുള്ള കാരണം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്കൊരു സെപ്പറേറ്റ് ജൂതരാഷ്ട്രം നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ജോയിൻ്റ് അറബ് ജ്യൂ നേഷൻ ഉണ്ടാക്കാമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞുകൊണ്ടാണ് അവരെതിർത്തത്. ഇനി പലസ്തീൻകാർ എതിർത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പണ്ട് മുതലേ അവർ താമസിക്കുന്ന ആളുകളാണ്, അവർക്ക് എത്രയും പെട്ടെന്നൊരു രാഷ്ട്രം വേണമെന്നുള്ള കാര്യമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. ഇനിയും 10 വർഷം കൂടി താമസിക്കണം, എന്നാൽ ബാക്കിയുള്ള ആളുകളെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു രാഷ്ട്രം ഉണ്ടാവുകയുള്ളൂ എന്ന് ബ്രിട്ടീഷുകാർ പറയുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എല്ലാ തരത്തിലുള്ള എതിർപ്പുകളും അവർക്കെതിരെ വരുന്നു. ഈ സമയത്താണ് നമ്മുടെ ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ജൂതന്മാരെ എല്ലാം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോകുകയും കൊന്നുകളയുകയും ചെയ്യുന്ന ആ ഒരു പരിപാടി ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ജൂതന്മാർക്ക് യൂറോപ്പിൽ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ വരുന്നു. അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇസ്രായേലുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തും ഈ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നിർബാധം തുടരുകയാണ്. അതിനുശേഷമാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഈ കോളനികൾ കൈവശം വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നബാധിതമായിട്ടുള്ള പ്രദേശത്തെ കയ്യിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് ആ പ്രദേശം ഉപേക്ഷിക്കുകയാണ് എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഉപേക്ഷയുടെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐക്യരാഷ്ട്ര സംഘടനയെ സമീപിക്കുകയാണ്. അപ്പോൾ UN-ൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ഈ പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സൊല്യൂഷൻ കൊണ്ടുവരണമെന്ന് പറയുകയാണ്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എൻ്റയർ പലസ്തീൻ പ്രദേശത്തെ രണ്ടായിട്ട് വിഭജിക്കുന്നു. ഏകദേശം ഈക്വൽ ഏരിയ ആയിട്ട് വരുന്ന 2 പ്രദേശങ്ങളായിട്ട് വിഭജിക്കുന്നു. ഒരു പ്രദേശം ജൂതരാഷ്ട്രമായിട്ട് മാറുകയും ചെയ്യും, മറ്റേ പ്രദേശം പലസ്തീൻ, ഒരു അറബ് രാഷ്ട്രമായി അല്ലെങ്കിൽ പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമായി മാറുകയും ചെയ്യാമെന്നാണ് UN മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, നടുക്കുള്ള ഒരു കണ്ടിന്യൂസ് പ്രദേശമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ജൂതരാഷ്ട്രത്തിനായിട്ട് കൊടുത്തത്. എന്നാൽ പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്തിന് കൊടുത്തിരിക്കുന്നത് വിട്ട് കിടക്കുന്ന ചില പ്രദേശങ്ങളാണെന്ന് കാണാൻ സാധിക്കും. വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമുണ്ട്. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പലസ്തീൻ്റെ ഈസ്റ്റേൺ സൈഡിലാണ്, എന്നാൽ ജോർദാൻ നദിയുടെ വെസ്റ്റ് ഭാഗത്തായതുകൊണ്ടാണ് നമ്മളതിനെ വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ പലസ്തീൻ്റെ വെസ്റ്റേൺ സൈഡിൽ ഗാസ സ്ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രദേശം, ഗോലൻ ഹൈറ്റ്സ് എന്ന് പറഞ്ഞ മുകളിലുള്ള ഒരു പ്രദേശം, ഈ പ്രദേശങ്ങളൊക്കെയാണ് പലസ്തീനായിട്ട് കൊടുക്കാമെന്ന് പറയുന്നത്. അതുമാത്രമല്ല ജെറുസലേം എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശം എല്ലാവർക്കും ഒരുപോലെ ഈക്വലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഈ ജെറുസലേം പ്രദേശത്തെ ഒരു ഇൻ്റർനാഷണൽ ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാനും UN-ൻ്റെ ഈ സൊല്യൂഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജൂതന്മാർ ഈ സൊല്യൂഷൻ അംഗീകരിക്കുകയും ആ സൊല്യൂഷൻ അംഗീകരിച്ചതിൻ്റെ ഭാഗമായി 1948 ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള ജൂതരാഷ്ട്രം നിലവിൽ വരികയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ എന്ന ഈ ജൂതരാഷ്ട്രത്തെ അറേബ്യൻ പ്രദേശത്തുണ്ടായിരുന്ന അറബ് പോപ്പുലേഷൻ ഇഷ്ടമില്ലാതെ വരികയും ആ ഒരു സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്ന് അറബ് ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയായി മാറുകയും അവർ ഈ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് വളരെ പ്രസിദ്ധമായി 1948-49 കാലഘട്ടത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധം നടക്കുന്നത്. ഈ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലാണ് ജയിക്കുന്നത്. ഈ അറബ് ലീഗിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ ജയിക്കുകയും ഇസ്രായേലിന് കൊടുത്തിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഏരിയ അവർ കൈവശത്തിലാക്കിക്കൊണ്ട് ജെറുസലേം അടക്കമുള്ള പ്രദേശങ്ങളെ കൈവശത്തിലാക്കിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള രാഷ്ട്രം അവർ വലുതാക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതോടുകൂടി അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ആരംഭിക്കുകയാണ്.
പിന്നീട് കാലാകാലങ്ങളായിട്ട് ഈ പ്രശ്നം വളർന്ന് വലുതായി വരികയും 1967 കാലഘട്ടത്തിൽ രണ്ടാമതൊരു യുദ്ധം കൂടി നടക്കുന്നുണ്ട്. ഇതിനെയാണ് 6 Days വാർ എന്ന് പറയുന്നത്, 6 ദിവസം നീണ്ടുനിന്ന യുദ്ധം. ഈ 6 Days വാറിലും ഇസ്രായേൽ തന്നെയാണ് വിജയിക്കുന്നത്. മാത്രമല്ല ഈജിപ്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സിനായ് പെനിൻസുല, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ കൈവശമില്ലാതിരുന്ന തൊട്ടടുത്ത് കിടക്കുന്ന എല്ലാ പ്രദേശങ്ങളും ഇസ്രായേൽ കൈയടക്കി വെക്കുകയും അവരെ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു യുദ്ധത്തിന് ശേഷം വീണ്ടും ഐക്യരാഷ്ട്ര സംഘടന അവിടെ ഇടപെടുകയാണ്. എന്നിട്ട് ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞു, നിങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ള ഈ പ്രദേശങ്ങളെല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് ഇസ്രായേലിനോട് പറയുകയും ഇസ്രായേൽ അംഗീകരിക്കുകയും ഈ പ്രദേശങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സമാധാന ഉടമ്പടിയോടുകൂടി ഈ അറബ് രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇസ്രായേലുമായിട്ട് ഏറെക്കുറെ സമാധാനത്തിൽ ഏർപ്പെടുകയും അങ്ങനെ അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് അവസാനിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ പലസ്തീൻ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ ഒരു ആവശ്യങ്ങളും ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാം. അങ്ങനെ അത്ര കാലവും ഉണ്ടായിരുന്ന അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് അവസാനിക്കുകയും പലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഈ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് ഓർക്കണം. നമ്മൾ എല്ലായിടത്തും അല്ലെങ്കിൽ കൂടുതൽ സമയങ്ങളിലും അത് കേൾക്കുന്നത് ഇതൊരു മതപരമായിട്ടുള്ള ഇഷ്യൂ ആണ് എന്നാണ്. എന്നാൽ പലസ്തീനികൾ അല്ലെങ്കിൽ പലസ്തീൻകാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പലസ്തീൻ എന്നുള്ള പ്രദേശത്ത് കാലാകാലങ്ങളായി ജീവിച്ചിരിക്കുകയും അവിടെ സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ പലസ്തീൻകാർ അല്ലെങ്കിൽ പലസ്തീനികൾ എന്ന് വിളിക്കുന്നത്. അല്ലാതെ അറബ് പോപ്പുലേഷൻ മാത്രമുള്ള അല്ലെങ്കിൽ മുസ്ലിം പോപ്പുലേഷൻ മാത്രമുള്ള ഒരു ജനക്കൂട്ടമാണ് പലസ്തീൻകാരെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നീട് ഒരുപാട് ഓർഗനൈസേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കാൻ വേണ്ടി പല മതത്തിലുള്ള ആളുകൾ ഒത്തുകൂടുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഘടനയായിട്ടുള്ള 1960 പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള യാസർ അരാഫത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടന ആരംഭിക്കുന്നുണ്ട്. അവരുടെ ആദ്യത്തെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാരെ എല്ലാം പുറത്താക്കിയതിന് ശേഷം ആ എൻ്റെയർ ഏരിയയും പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രമായി മാറണമെന്നാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം എന്ന് പറയുന്നത്. എന്നാൽ പിൽക്കാലത്ത് കുറച്ചുകൂടി അവർ മയപ്പെട്ടിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും നേരത്തെ പറഞ്ഞു UN പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലം മാത്രം പലസ്തീനായിട്ട് തന്നാൽ മതി എന്നുള്ള നിലപാടൊക്കെ അവർ സ്വീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു സമയത്താണ് കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. അവരെന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശമായിട്ട് മാറ്റി വെച്ചിരുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്ക് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇസ്രായേൽ സെറ്റിൽമെൻറ്റുകൾ ആരംഭിക്കുകയാണ്. ഇസ്രായേൽ പൗരന്മാർക്ക് അല്ലെങ്കിൽ ജൂതരായിട്ടുള്ള പൗരന്മാർക്ക് അവിടെ പോയി സെറ്റിൽ ചെയ്യാനുള്ള അവസരം അവരുണ്ടാക്കി കൊടുക്കുകയാണ്. പ്രധാനമായിട്ടും 3 കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ ആളുകൾ പോയി സെറ്റിൽ ചെയ്തത്. ഒന്ന് മതപരമായിട്ടുള്ള കാരണങ്ങൾ, 2 പൊളിറ്റിക്കലായിട്ട് അവിടെ അവകാശവാദം ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ, മൂന്നാമത്തെ എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഹൗസിംഗ് പ്രോഗ്രാമുകൾ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പലസ്തീൻ എന്ന് പറഞ്ഞ് ഡിമാർക്കേറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്രദേശത്ത് ഇസ്രായേൽ പൗരന്മാർ പോയി അവരവിടെ താമസിക്കാൻ തുടങ്ങുകയും അവരെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങുകയും അവരുടെ സംരക്ഷണത്തിന് എന്ന പേരിൽ ഇസ്രായേൽ പോലീസ് പിന്നീട് ഇസ്രായേൽ മിലിറ്ററി ഒക്കെ പോയി അവിടെ പോയി അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള നീക്കങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് പലസ്തീനികളെല്ലാം കൂടെ കൂടി ചേർന്ന് ഇന്തിഫാദ എന്ന് പറഞ്ഞിട്ട് 1980 പുതിയൊരു മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്തിഫാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ക്കിംഗ് ഓഫ് പലസ്തീൻ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവരെ ബോയ്ക്കോട്ട് ചെയ്യുക, അവർക്കെതിരെ പ്രൊട്ടസ്റ്റ് നടത്തുക, അതായത് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ആരംഭിക്കുക എന്നുള്ളതായിരുന്നു ഇന്തിഫാദ തുടക്കത്തിൽ. എങ്കിലും പിന്നീട് അത് വയലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ടുള്ള വയലൻസിലേക്ക് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം കടക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഒപ്പം തന്നെ വളരെ എക്സ്ട്രീമായിട്ടും വളരെ മിലിറ്റൻ്റ് ആയിട്ടും നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രവർത്തിക്കുന്ന ഹമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഗാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്ത് ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഗാസ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്ത് അവർ വളരെ മിലിറ്റൻ്റ് ആയിട്ട് പോയില്ല എങ്കിലും ഒരുപാട് സോഷ്യൽ സർവീസ് ആക്ടിവിറ്റികളൊക്കെ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ആളുകളുടെ സപ്പോർട്ടും അവർക്ക് കിട്ടുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിലേക്ക് എക്സ്ട്രീം ആയിട്ടുള്ള നിലപാടുകൾ കടന്നു വരുന്നു, അതുപോലെ തന്നെ മിലിറ്റൻ്റ് ആയിട്ടും എക്സ്ട്രീം ആയിട്ടുള്ള ഓർഗനൈസേഷൻസും കടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം വളരെയധികം കത്തിപ്പിടിക്കുന്നതാണ് പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം വളരെയധികം വഷളാവുന്നത് കണ്ടുകൊണ്ട് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇതിൽ ഇടപെടാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. അങ്ങനെയാണ് അമേരിക്കയുടെ ഒക്കെ നേതൃത്വത്തിൽ 1993 ഓസ്ലോ അക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓസ്ലോ അക്കോർഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങളും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് പണ്ട് UN പറഞ്ഞതുപോലെ ഇസ്രായേൽ പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 രാഷ്ട്രങ്ങൾ സൃഷ്ടിക്കാമെന്നും അതുപോലെ തന്നെ പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള രാഷ്ട്രം കുറേയൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അവർക്ക് ആരംഭിക്കാമെന്നും ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഈ കരാറിൽ പറയുകയാണ്. എന്നാൽ ഈ 2 സൈഡിലും ഇസ്രായേലിലും അതുപോലെ തന്നെ പലസ്തീനിലുമുള്ള എക്സ്ട്രീം ഓർഗനൈസേഷൻസ്, ഈ എക്സ്ട്രീം ഓർഗനൈസേഷൻസ് ഹമാസ് പോലുള്ള ഓർഗനൈസേഷൻസ് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രീം സിയോണിസ്റ്റ് ഓർഗനൈസേഷൻസ് ഇസ്രായേലിലുമുണ്ട്. ഇവർ 2 പേരും ഇത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും, അതായത് ഇസ്രായേൽ പലസ്തീൻ എന്ന് പറഞ്ഞ് വിഭജനമില്ലാത്ത പൂർണ്ണമായിട്ടുള്ള ഒരു ഒറ്റ രാഷ്ട്രം നമ്മൾ പറയുന്ന രീതിയിൽ ഉണ്ടാക്കി തന്നാൽ മാത്രമേ ഞങ്ങൾ ഇതിൽ നിന്ന് പിൻവാങ്ങൂ എന്നുള്ള എക്സ്ട്രീം ആയിട്ടുള്ള നിലപാട് അവരെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരികയും വീണ്ടും അത് വയലൻസിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് ഒരുപാട് ഇൻ്റർനാഷണൽ
ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എഫേർട്ടുകൾ ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ഫലം കാണാതെ പോവുകയും 2000-2005 കാലഘട്ടത്തിൽ ഒരു 5 വർഷക്കാലത്തേക്ക് വീണ്ടും രണ്ടാമത്തെ ഇൻതിഫാദ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിൽക്കാലത്ത് ഇതിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അപ്പോൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ യൂറോപ്യന്മാരുടെയും പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെയൊക്കെ കൊളോണിയലിസ്റ്റ് ആസ്പിറേഷൻസ് ആണ് ഈ പ്രശ്നം ആരംഭിക്കുന്നതിന് കാരണം. അത് മാത്രമല്ല, ഇവിടെ പിന്നീട് പൊട്ടിമുളച്ച് വന്നിട്ടുള്ള എക്സ്ട്രീം ഓർഗനൈസേഷൻ, യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത എക്സ്ട്രീം ഓർഗനൈസേഷൻസിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തെ വഷളാക്കിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ പത്രങ്ങളിൽ കാണുന്ന ജെറുസലേം പ്രദേശത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ജെറുസലേം എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രദേശമായിരുന്നു. ജെറുസലേം ഒരു പ്രത്യേക പ്രദേശമാക്കി പറയാനുള്ള കാരണം ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നുകൊണ്ടാണ്. അപ്പോൾ മുസ്ലിംസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അൽ അക്സ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോസ്ക് അവിടെയുണ്ട്. അതായത് അവരുടെ മക്ക മെദീനയ്ക്ക് ശേഷം 3ാമത്തെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഈ ജെറുസലേമിലുള്ള ഈ മോസ്കിനെ അവർ കണക്കാക്കുന്നത്. മുഹമ്മദ് നബിയുടെ അവസാന കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോസ്കാണ് അൽ അക്സ മോസ്ക് എന്ന് പറയുന്നത്. അതുപോലെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു കുരിശിലേറ്റപ്പെട്ട സ്ഥലമായിട്ടാണ് ഈ ജെറുസലേമിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഹോളി ആയിട്ടുള്ള ഒരു പ്ലേസ്. ഇനി ജൂതമതവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ വളരെ പരിശുദ്ധമായിട്ടുള്ള 2ാം ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരാധനാ കേന്ദ്രം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ തകർക്കപ്പെട്ട ചില മതിലുകളാണ് ഇപ്പോൾ ജെറുസലേമിലുള്ളത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു പ്ലേസാണ്. പിന്നീട് ഈ ജെറുസലേം വെസ്റ്റേൺ ജെറുസലേം, ഈസ്റ്റേൺ ജെറുസലേം ഒക്കെ ആയിട്ട് വിഭജിക്കപ്പെടുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഏറെക്കുറെ അതിൻ്റെ കൺട്രോൾ ഇപ്പോൾ നിൽക്കുന്നത് ഇസ്രായേലിൻ്റെ കയ്യിലാണ്. എന്നാൽ ഈ മോസ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പലസ്തീനിലെ മുസ്ലിം പൗരന്മാരൊക്കെ അവിടെ വരാറോ അവിടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ സർക്കാർ ഈ ജെറുസലേമിൽ ഒരു സിനഗോഗ് പണിയാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ചെറിയ രീതിയിലും വലിയ രീതിയിലുമുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളുമൊക്കെ ഇസ്രായേലിലും പലസ്തീനിലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനഗോഗിൻ്റെ നിർമ്മാണത്തിനെതിരെയും മാത്രമല്ല ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മറ്റ് നടപടികൾക്കെതിരെയും ഒക്കെ ആയിട്ട് ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ള തോന്നലിൽ ഇസ്രായേൽ ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം 10,000 പേര് മാത്രമേ ഈ മോസ്കിൽ എന്ത് പരിപാടിക്കാൻ, പ്രാർത്ഥിക്കാനാണെങ്കിലും ഇഫ്താർ വിരുന്നിനാണെങ്കിലും ഒക്കെ വരാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം റംസാൻ്റെയും പെരുന്നാളിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടമാണിത്. മാത്രമല്ല അവർക്ക് കൂടി അവകാശമുള്ള ഒരു സ്ഥലത്ത് ഇസ്രായേൽ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായി അവർ പ്രതിഷേധിക്കുകയാണ്. ആദ്യം ഇത് ചെറിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു. ഈ പ്രതിഷേധിച്ച് അടിച്ചമർത്തുന്നതിന് വേണ്ടി ഇസ്രായേൽ ഗവൺമെൻറ് പോലീസിനെയും മറ്റ് ഫോഴ്സസിനെയും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ഗവൺമെൻറ് ഫോഴ്സിനെ ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രീം ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് ഹമാസ് പോലെയുള്ള ഗ്രൂപ്പുകൾ മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ അവരെ തിരിച്ചടിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ ഗവൺമെൻറ് അതുപോലെ തന്നെ റോക്കറ്റുകളും മിസൈലുകളൊക്കെ ഉപയോഗിച്ച് ഇതൊരു ഫുൾ സ്കെയിലായിട്ടുള്ള വലിയൊരു പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമല്ല, ഒരു നൂറ്റാണ്ട് കൊണ്ടുണ്ടായത്. അതായത് കഴിഞ്ഞൊരു 100 വർഷക്കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ചില ചരിത്ര സംഭവങ്ങളുടെ ഭാഗമായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഏറെക്കുറെ എന്താണ് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ എന്തെങ്കിലും അറിയുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരേക്കും നന്ദി.